നമസ്കാരം. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹരിയാനയിൽ കോൺഗ്രസ് ശോചനീയമായ അവസ്ഥയിൽ പരാജയം ആ, അണിഞ്ഞിരിക്കുകയാണ്. അണിഞ്ഞു എന്ന് തന്നെ പറയുന്നതാവും ശരി. എന്തുകൊണ്ട് ഈ ഒരു പരാജയം കോൺഗ്രസിനുണ്ടായി? എക്സിറ്റ് പോൾ ഫലങ്ങൾ വരെ പറഞ്ഞിരുന്നത് അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നും BJP ഏറെക്കുറെ തറ പറ്റും എന്ന് തന്നെയായിരുന്നു. കാരണം BJPക്ക് പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണം കൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾ വളരെയധികം വെറുത്തിരുന്നു. കാരണം നമുക്കറിയാം, ബിനേഷ് ഫോഗട്ട് വളരെ ശക്തമായ രീതിയിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം അവിടുത്തെ ജനവികാരം ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരു BJP വിരുദ്ധ ജനവികാരം തന്നെയാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. കർഷക സമരങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗോമാംസം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് കൊല നടന്നിട്ടുള്ളത് ഹരിയാനയിലാണ് നമുക്കറിയാം. അതോടൊപ്പം ഈ പറയുന്ന പോലെ അഗ്നിവീർ ആയി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് അവിടെ നിന്നാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഉണ്ട് BJP എന്ന് പറയുന്ന പാർട്ടിയെ ഭരണത്തിൽ നിന്ന് ഇറക്കിവിടാൻ. ഇവിടുന്ന് പലപ്പോഴും ഒരു മുഖ്യമന്ത്രിയെ മാറ്റി വരെ പരീക്ഷിക്കേണ്ട ഒരു അവസ്ഥയിൽ, അതായത് അത്രയ്ക്ക് ജനവിരുദ്ധ സർക്കാർ എന്നുള്ള ഒരു പേരുദോഷം കേട്ട ഒരു സർക്കാർ തന്നെയായിരുന്നു കഴിഞ്ഞു പോയ BJPയുടെ ഭരണകാലത്തുണ്ടായിരുന്ന നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന BJP സർക്കാർ. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അവിടെ BJPക്ക് വീണ്ടും ഒരു ഭരണ തുടർച്ച ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് സത്യത്തിൽ കോൺഗ്രസ്സിന് എതിരായിട്ടുള്ള ഒരു വികാരമായിരുന്നോ എന്നുള്ളത് നോക്കണം. അപ്പോൾ വിശദമായൊരു കാര്യം നോക്കുമ്പോൾ ഒരിക്കലും ഇത് കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് എത്തിയിട്ടില്ല. കാര്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടു. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണി ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ എന്നിരുന്നിട്ട് പോലും എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഹരിയാനയിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആ ചോദ്യത്തിന് പ്രധാനമായും നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് ഒരാളുടെ നേർക്കാണ്. അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയായി ഏറെക്കാലം ഉണ്ടായിരുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡ എന്ന് പറയുന്ന ആളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്. ആ 77-കാരനായ വ്യക്തിയിൽ നിന്ന് 10 വർഷക്കാലത്തോളം ഹരിയാന പോലെ ഒരു സംസ്ഥാനത്തെ ഭരിച്ച് മുടിച്ചത് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് ഈ പറയുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടേത്. അദ്ദേഹം കാരണമാണ് ഇങ്ങനെ ഉണ്ടായത്. നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി, അതിനു മുൻപ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആ ഒരു ഘട്ടത്തെ, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഘട്ടമുണ്ടായിരുന്നു, ഒരു തുടർച്ചയുണ്ടായിരുന്നു. ഇതിനെതിരായി ശക്തമായ ഒരു മൂവ്മെൻറ്റ്, അതായത് ഒരു തിരുത്തൽവാദം എന്ന് പറയുന്ന ഒന്ന് G23 എന്നുള്ള പേരിൽ അത് രൂപം കൊടുക്കുകയുണ്ടായി. അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ പറയുന്ന അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ രീതിയിൽ കുടുംബാധിപത്യത്തിലേക്ക് ഒതുങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന ഗുലാം നബി ആസാദും കപിൽ സിബലിൻ്റെ വീട്ടിൽ എല്ലാവരുടെ ചേർന്നിട്ടൊരു യോഗം വിളിക്കുകയുണ്ടായി ഈ പ്രവണത മാറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരെ കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കപിൽ സിബലിനാവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഗുലാം നബി ആസാദിനാവട്ടെ, ഇവർക്കൊന്നും ഇതിനെ ഒരു മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നടന്നിട്ടില്ല. അവരെല്ലാവരും BJPയോട് ഏറ്റുമുട്ടി പരാജയം അടഞ്ഞ ഒരു വിഭാഗമായി അവശേഷിക്കുകയാണ്. ആ സമയത്താണ് ഹൂഡ ഉൾപ്പെടെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കപിൽ സിബലിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇവർ യോഗമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഹൂഡയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഹൂഡ നിലവിൽ ഈ പറയുന്ന ബാപ്പു ബേട്ട പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടി ഒതുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. അതായത് ഈ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇത്തവണ വിജയിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ, മുഖ്യമന്ത്രിയായി അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകനെയാണ്, ദീപേന്ദ്ര സിംഗ് ഹൂഡയാണ് അദ്ദേഹം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതായത് ശക്തനായ ഒരു മകനാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 4 തവണ MP ആയി പോയിട്ടുള്ള ഒരാളാണ്. അതായത് റോഹ്തക് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും ഈ പറയുന്ന പോലെ 4 തവണ അദ്ദേഹത്തെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആ രീതിയിലുള്ള ഒരു വളർച്ച ഈ പറയുന്ന ദീപേന്ദ്ര ഹൂഡയ്ക്കുണ്ട്. ജനങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. 4 സ്ഥാനത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹമുള്ളൂ.
മനോഹർലാൽ ഖട്ടറിലും ഒക്കെ അടുത്തായിട്ടൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ താഴെയായിട്ട് വരുന്ന ഒരു സ്ഥാനമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചത്. അപ്പം ശരിക്കും തങ്ങളുടെ കുടുംബത്തിലേക്ക് ഹരിയാന കോൺഗ്രസിനെ ഒതുക്കാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന പോലെ ഭൂപേന്ദ്ര ഹൂഡയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് സത്യത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസിനേറ്റ ഒരു പരാജയം. ഇതിൽ അതോടുകൂടി ഇങ്ങനെ ഒരു സീറ്റ് വിഭജനമൊക്കെ വന്ന സമയത്ത് അവിടെ കുറേയധികം ആൾക്കാർക്ക് ഈ കോൺഗ്രസിൽ തന്നെ പെട്ട പലർക്കും സീറ്റ് നിഷേധിക്കുന്ന ഒരു സമീപനം ഈ ഹൂഡയുടെ ഭാഗത്തു നിന്നുണ്ടായി. തൻ്റെ കുടുംബം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അപ്പോൾ തനിക്ക് അഭിമതരായിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഓരോ സീറ്റിലും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിമതന്മാരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായി. 13 പേരോളം 13 പേരെ പുറത്താക്കി, അതിൽ പലരും വിമതന്മാരായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിലേക്ക് വന്നു ചേരേണ്ട വോട്ടുകൾ വിഭജിച്ചു പോകുന്നതിന് കാരണമായി തീർന്നു. പിന്നെ മറ്റൊന്നറിയാം, നമുക്ക് ദളിത് നേതാവ് കൂടിയായ കുമാരി സെൽജയുടെ കാര്യം. കോൺഗ്രസിലെ അവരും ഈ പറയുന്ന പോലെ ഹൂഡയുടെ ഈ കുടുംബാധിപത്യത്തിന് എതിരായി നിൽക്കുന്ന ഒരു നേതാവ് കൂടി, ഒരു വനിതാ നേതാവ് കൂടിയാണ്. അതോടൊപ്പം അതിൻ്റെ കൂടെ രൺദീപ് സിംഗ് സുജേർവാലയും നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ്. അപ്പം ഹൂഡയ്ക്കെതിരായിട്ട് ശക്തമായ ഒരു മൂവ്മെൻറ്റ് രണ്ട് തരത്തിൽ, രണ്ട് ഗ്രൂപ്പുകൾ ഈ പറയുന്ന പോലെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യത്തിനും എതിരായി നിലകൊണ്ടു എന്നുള്ളത് നമ്മൾ ഈ ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായും ഈ ചോദ്യങ്ങളെല്ലാം ചെന്ന് പതിക്കുന്നത് ഇദ്ദേഹത്തിലേക്കാണ്. പിന്നീട് ഇദ്ദേഹം ചില തീരുമാനങ്ങൾ എടുക്കും. അതായത് നമുക്കറിയാം AAP എന്ന് പറയുന്ന അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ ഒരു മുന്നണി ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പഞ്ചാബിൽ അവരാണ് ഭരിക്കുന്നത്, ഡൽഹിയിൽ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏറെക്കുറെ ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്, ഈ ഡൽഹി ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും. പഞ്ചാബിലും ആം ആദ്മി പാർട്ടി വിജയിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഡൽഹിയിലും ആം ആദ്മി പാർട്ടി തന്നെ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായൊരു മുന്നണി ബന്ധമുണ്ടാക്കുകയായിരുന്നു ഹൂഡ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പോലും ധിക്കരിച്ചുകൊണ്ട്, അതായത് ഇത്രയും കാലം തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഈ 2020 ഏകദേശം 2 വർഷക്കാലമായി അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് തുടർന്ന് വന്ന ഈ ഒരു മുന്നണി ബന്ധം അങ്ങ് അവസാനിപ്പിക്കാനാണ് ഹൂഡ തീരുമാനിച്ചത്. 10 സീറ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു ആവശ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. 10 സീറ്റ് പോലും അവർക്ക് കൊടുക്കാതെ അവരെ പ്രത്യേകം ഒരു പാർട്ടിയായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായി മത്സരിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്തത്. അവരെ നിർബന്ധിച്ച് മറ്റൊരു തലത്തിൽ മത്സരിക്കാൻ വേണ്ടി പ്രത്യേകം മത്സരിക്കാൻ അവർക്ക് ഒരു അനുമതി കൊടുത്തു. അതിലും അവർ വിജയിച്ചില്ല എന്നുള്ളതല്ല, മുന്നണിയിലേക്ക് വന്നു വീഴേണ്ട, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിലേക്ക് വന്നു വീഴേണ്ട പല വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സ്പ്ലിറ്റ് ചെയ്ത് പല ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആപ്പിലേക്കും വിമതരിലേക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വോട്ടിനകത്ത് വിള്ളലുണ്ടാകുന്നതിന് കാരണമായി തീർന്നു. ഇതും ഹൂഡ എന്ന് പറയുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ജാട്ട് എന്ന് പറയുന്ന വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ജാട്ടിനെ മാത്രം ഞാൻ നോക്കും എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവരുടെ വോട്ടിനെ കൂടുതൽ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. നേരത്തെ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി OBC പലപ്പോഴായി ഇവരിൽ നിന്ന് അകന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ OBCയുടെ വോട്ട് ഏകദേശം കാര്യക്ഷമമായി തന്നെ BJPയിലേക്ക് വന്ന് മറിയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ എന്ന മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം ഇന്ത്യ മുന്നണി ഉണ്ടാകുമ്പോൾ ആ ഇന്ത്യ മുന്നണിക്കൊപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഇദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഉണ്ട്. ഇതുപോലും മറികടന്നുകൊണ്ടാണ്, അതായത് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ പോലും മറികടന്നുകൊണ്ടാണ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇങ്ങനെ ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കി നിർത്തിയത്. അവരെ അപമാനിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ കൊണ്ടുവന്ന 2000 രൂപ എല്ലാ സ്ത്രീകൾക്കും അവിടെ പ്രതിമാസം കൊടുക്കുമെന്ന് പറയുന്ന മികച്ച ഒരു പ്രചരണ ആയുധമുണ്ടായിരുന്നു, നല്ലൊരു വാഗ്ദാനമുണ്ടായിരുന്നു. മറ്റൊന്ന് 300 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുക എന്ന് പറയുന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആകർഷകമായ ഒരു കാര്യം കൂടി, ഒരു വാഗ്ദാനം കൂടി കോൺഗ്രസ് നൽകിയിട്ട് പോലും കോൺഗ്രസിനെ ഹരിയാനക്കാർ കൈയൊഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇതിലേക്ക് തന്നെ എത്തും. അപ്പം അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ
നിരവധി മേഖലകൾ ഇദ്ദേഹത്തിന് എതിരായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഹൂഡയ്ക്ക് എതിരായിരുന്നു. നമുക്ക് പേര് പറയണ റോഹ്തക് ഉണ്ടായിരുന്നു, ജഗ്ഗാർ ഉണ്ടായിരുന്നു, പാനിപ്പത്ത്, ഹിസാർ, സോണിപത്ത്, ജിൻഡ എന്നിവയെല്ലാം ഹൂഡയ്ക്ക് എതിരായി നിലനിന്ന മേഖലകളാണ്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് BJP വേണ്ട രീതിയിൽ ഒരു ആയുധമെടുത്ത് വീശുകയും വേണ്ട രീതിയിൽ ഈ പറയുന്ന വിള്ളൽ വീണ വോട്ട് ബാങ്കുകളെ കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ സമർത്ഥരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും മികച്ച ഒരു യുദ്ധതന്ത്രം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ അമിതമായി ഉണ്ടായ ജാട്ട് പ്രീണനം കാരണം BJPയിലേക്ക് OBC വോട്ടുകളെല്ലാം ചെന്നെത്തി. അപ്പം ഇതും അവരുടെ വിജയത്തിനൊരു കാരണമായി തീർന്നു. അപ്പോൾ അതോടൊപ്പം നമുക്ക് നോക്കിയ JJPയും ASPയും അത് INLDയും BSP സഖ്യവും എല്ലാം ഈ പറയുന്ന പോലെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി തുടങ്ങി. ഇവരുമായിട്ടുള്ള ഒരു മുന്നണി ബന്ധത്തിൽ വിള്ളലുണ്ടായി. ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിൽ ഹൂഡയ്ക്ക് കഴിഞ്ഞില്ല. കാര്യം എന്താ? ഈ ബാപ്പു ബേട്ട എന്ന് പറയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസിനെ ഹരിയാനയിൽ മാറ്റി തീർക്കുകയാണ് ഹൂഡ ചെയ്തത്. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് തീർച്ചയായിട്ടും വരേണ്ടത് ദീപേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ ഒരു മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ട് എത്തിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഹരിയാനയിലുണ്ടായ ഈ തിരിച്ചടി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായപ്പോഴും, കാരണം ജനവികാരം അതാണ്, എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹിതമാണ്, ആ ജനഹിതം കോൺഗ്രസിന് അനുകൂലമായപ്പോഴും ശരിയായ രീതിയിൽ വോട്ട് വീണത് ഇദ്ദേഹത്തിനെതിരായിട്ടായിരുന്നു, ഹൂഡയ്ക്കെതിരായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ ഈ ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് വീണുപോയത്. ഇനി ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈക്കമാൻഡ് എന്നുള്ള നിലയിൽ AICC ഇതിനകത്ത് കാര്യക്ഷമമായി ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഹരിയാനയിലെ നേതൃത്വത്തിന്മേൽ ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഹൂഡയിൽ നിന്ന് സർവ്വ അധികാരങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പൂർണ്ണമായ അധികാരം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും അതുപോലെ അടക്കമുള്ള ഈ പറയുന്ന AICCക്കാണ് എന്നുള്ള ഒരു തോന്നൽ ഹരിയാനയിലെ കോൺഗ്രസ് മേലുണ്ടാക്കണം. സർവ്വ നിയന്ത്രണവും ഹൂഡയിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് വരും കാലങ്ങളിലെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ, ഇനി 5 വർഷം കാത്തിരിക്കണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും ഈ 5 വർഷം കോൺഗ്രസ്സിന് സ്വയം തിരുത്താനുള്ള ഒരു കാലഘട്ടമായി കാണേണ്ടതുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന കോൺഗ്രസ്സിന് തിരികെ ഒരു BJPക്ക് മേൽ അധീശത്വം സ്ഥാപിച്ചുകൊണ്ട് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മുന്നണി ബന്ധത്തിലൊരു സുതാര്യത ഉണ്ടാവണം. ഇവിടെ ഒരു വിജയിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയിലും മധ്യമേഖലയിലും ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണ്. അപ്പോൾ അതിനെ മുന്നണിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നണി മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയണം. അതിന് ഹൂഡയെ പോലെ ഈ ബാപ്പു ബേട്ട പാർട്ടി എന്നുള്ള നിലയിൽ പോകുന്ന ഒരാളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശക്തമായ ഒരു നിലയിൽ മുന്നോട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് ഹരിയാനയിൽ ഒരു മടക്കമുണ്ടാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.